സംസ്ഥാനത്ത് സമസ്ത മേഖലകളിലും സമഗ്ര വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൊത്തം ആഭ്യന്തര ഉൽപാദനം 2016 നിന്നും 9 വർഷം പിന്നിടുമ്പോൾ 13,10,000 കോടിയായി ഉയർന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ കൈവരിച്ച അഭിമാനകരമായ നേട്ടം സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു വരാറില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതറിയേണ്ടവർ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കടം വല്ലാതെ പെരുകുന്നു എന്നാണ് പ്രചാരണം. എന്നാൽ സംസ്ഥാനത്തെ പൊതുകടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അന്തരം 36% 34% കുറഞ്ഞു. ഇനിയും കുറയും എന്നാണ് വസ്തുതയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്നു. വലിയ സാമ്പത്തിക പ്രയാസമാണ്. പദ്ധതികളൊന്നും ഇവിടെ നടപ്പാകുന്നില്ല എന്നെല്ലാമുള്ള പ്രചരണങ്ങളാണ് നമ്മുടെ മുന്നിലെത്താറുള്ളത്. അത് ബോധപൂർവം സംഘടിപ്പിക്കുന്നവയാണ്. വേണ്ടത്ര സഹായം ലഭിക്കാതിരുന്നിട്ടും നമുക്ക് പുരോഗതി നേടാൻ കഴിഞ്ഞത് നമ്മുടെ തനത് വരുമാനം, നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം, അതിൻ്റെ ഭാഗമായ വരുമാനം നല്ല തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. 2023-24 72% തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കടം വല്ലാതെ പെരുകുന്നു എന്നാണ് ഒരു പ്രചരണം. സാധാരണഗതിയിൽ നമ്മുടെ പൊതുകടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അന്തരം അത് വർദ്ധിക്കുകയല്ല, കുറഞ്ഞു വരികയാണ്. നേരത്തെ അത് 36%, ഇപ്പോൾ 34% കുറക്കാൻ നമുക്ക് കഴിയും. കണ്ണൂർ ജില്ലാതല യോഗത്തിൽ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നാടിന്റെ മുന്നേറ്റവും വികസനങ്ങളും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങളും സമൂഹത്തിലെ വിവിധ മേഖലയിലെ പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. സാഹിത്യകാരന്മാരായ ടി പത്മനാഭൻ, എം മുകുന്ദൻ, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ ഉൾപ്പെടെ 700-ലേറെ പേർ യോഗത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.